അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കൂ ബാലേട്ടൻ. എടുക്കൂ. കാരണം ബാലേട്ടന്റെ അമ്മ ഓലപ്പുരയിലിരുന്ന് പഠിച്ചതും അവിടുന്ന് ഒരു ഒന്നൊന്നും റീകളക്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഈ ഫാമിലിയില് എത്ര മെമ്പേഴ്സ് അവിടെ ഇങ്ങോട്ട് പോരോ ഇങ്ങോട്ടിരിക്കോ അയ്യോ ഒന്നുമല്ല കേട്ടോ ഞങ്ങള് ഒന്നും വേണ്ട ചുമക്കുള്ളൂ. അപ്പൊ അല്ല ബാലേട്ടനോട് വളരെ സ്വാതന്ത്ര്യം എടുത്ത് പെരുമാറിനിട്ടോ ദേഷ്യം തോന്നരുത് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ അടുപ്പം തോന്നുന്നു മാനസികമായിട്ടെന്നുള്ളതാണ്. അതെ അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ആ കാലഘട്ടമൊക്കെ ഒന്ന് ഓർത്തെടുക്കുമെന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യണതും. കാരണം ഇത് വേറൊരു നിർബന്ധം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. കാരണം എന്താ പറയുക, ഇപ്പോഴത്തെ തലമുറയ്ക്ക് കുട്ടികൾക്കൊക്കെ വായിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മള് കഷ്ടപ്പാട് അറിഞ്ഞിട്ടില്ല. ഒരു കുട്ടി ഒരു പഴയ കാലഘട്ടം അവരുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടണം എന്നൊരു നിർബന്ധം ഞങ്ങൾക്കും ഉണ്ട്. ആ ചളിവരമ്പത്ത് കൂടെ ചെരുപ്പില്ലാണ്ട് നടന്നതും ഷർട്ടിന് പകരം ഷർട്ടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാലേട്ടനെ പോലുള്ള സീനിയർ തലമുറ ക്ലാസ്സിലെ ഈ കരിമന കൊട്ടോണ്ടുണ്ടാക്കില്ലേ, അത് ശരി, അതിലായിരുന്നു ഒരു ഓലപ്പരയായിരുന്നു. ഇപ്പൊ നമ്മുടെ ഓഡിറ്റോറിയന്മാരില്ലേ, അവിടെ ഒരു ഓലപ്പരയായിരുന്നു. അത് ശരി, അതിലായിരുന്നു പഠിച്ചത്. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു മാഷ്മാർ ആ കാലത്ത്? അതെ, നായർ മാഷല്ലാതെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? പെരുമാഷായിരുന്നു മാഷ്. ആദ്യം ശേഷകരായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോ അദ്ദേഹം മാറിയിട്ട് പത്മനാഭയ്യരായി. അതെ, അന്ന് ഷാരോടി മാഷ് ഞാനേ ഉള്ളൂ. ഷാരോടി മാഷ പറഞ്ഞ കൃഷ്ണപിഷാരടി, അത് പുള്ളിക്കാരൻ കൃഷ്ണപിഷാരടി. നാരായണകൃഷ്ണൻ മാഷ 1ാം ക്ലാസ്സിലെ മാഷുണ്ടായിരുന്നു. അച്ഛൻ അതന്നെ നമ്മുടെ കരുണാകരനുണ്ട് ഗ്രാൻഡ് ഫാദർ ആവും. ഇത് ശാന്തനായിട്ട് നല്ലൊരു മനുഷ്യൻ, ഭയങ്കര സാത്വികമായിട്ടുള്ളായിരുന്നു. അപ്പൊ ഇവിടെ നോക്കിയിട്ട് അപ്പുറത്തെ നേരെ ഓപ്പോസിറ്റാ കരുണാകരൻ മാഷ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയാല് യേശു മാഷ ക്ലാസ്സാ അടിയോട്ടാക്കി. വർഗീസ് മാഷ് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാഷായിരുന്നു. ആവശ്യത്തിന് അടിക്കുള്ളൂ. നാരായണേഷൻ അങ്ങനെയല്ല, വേണ്ടെങ്കിലൊക്കെ കൊടുക്കും. നല്ല രസമായിരുന്നു. അതെ, അയ്യോ എന്തൊരു നല്ല കാലമായിരുന്നു അറിയാം. ഇവിടുന്ന് മാക്സിമം എല്ലാ മെമ്പേഴ്സും ആ സ്കൂളിൽ തന്നെയല്ലേ പഠിച്ചത്? എൽ പിയില് കല്ലിപ്പറമ്പിലെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ എൽ പിയിൽ അവിടെ തന്നെയല്ലേ പഠിച്ചത്? അതെ അല്ലേ? 5ാം ക്ലാസ് വരെ എല്ലാവരും അവിടെ പഠിച്ചു. 5ാം ക്ലാസ് വരെ. അന്ന് 5 വരെ 7 വരെ 8 വരെ എന്റെ അമ്മ അല്ല എൽ പി സ്കൂളിലെ എൽ പി അന്ന് 8 വരെ ESLC പരീക്ഷ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പത്മനാഭയ്യർ മാഷ് മലബാർ എഡ്യൂക്കേഷൻ ബോർഡായിട്ട് ടേക്കപ്പ് ചെയ്തിട്ടാണ് മറ്റേ സ്കൂൾ വന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതെ അദ്ദേഹം പക്ഷെ കഴിഞ്ഞ കാലത്തെ ചരിത്രത്തിൽ 7 വരെ എഴുതിയിട്ടുണ്ട്. 8 വരെയാണ് ESLC ആണ്. 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് 5ലേക്ക് കിടക്കുന്നതിന്റെ മുന്നേ ഒരു കൊല്ലത്തിൽ പ്രിപ്പറേറ്ററി ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അത് പിന്നീട് തുടങ്ങിയത്. അത് 6-7 കൊല്ലം കഴിഞ്ഞപ്പോ 4ാം ക്ലാസ് വരെ. 4ാം ക്ലാസ് 2 ക്ലാസ് ഞങ്ങളുടെ ആയിരുന്നു. ഞാനും മുന്നീഷും അനിയനൊക്കെ ഇല്ലേ. അപ്പൊ ചിലർക്ക് ഒരു കൊല്ലം കിട്ടി, ചിലർക്ക് ഒരു കൊല്ലം നഷ്ടമായിരുന്നു. 5-ന്ന് 6ലേക്ക് 1/2 ക്ലാസ് വരുന്ന അവരും 6ലേക്ക് അങ്ങനെതായിട്ട് എനിക്കൊക്കെ ഒരു കൊല്ലം പോയത്. എന്താ വെച്ചാൽ എന്റെക്കാൾ ജൂനിയർ എന്റെ ഒപ്പം എത്തി. അങ്ങനെ നല്ല ഉച്ചക്കൊക്കെ നല്ല വെയിലത്ത് നിന്നിട്ട് അവിടെ ത്രോബോളും എല്ലാ സൗകര്യം തന്നെ. നട്ട് ഉച്ചക്ക് ഞങ്ങളെ പറമ്പ് കുന്നത്ത് നിന്നിട്ട് ഹയർ സ്കൂൾ അന്ന് ഇതിലിട്ട് കളിക്കായിരുന്നു. ചോട്ടിലെ സ്കൂളിലാണെങ്കിൽ നെല്ലിയിലേക്ക് നെല്ലിക്ക ഒരാൾ കല്ലെറിഞ്ഞാൽ കുറവേരുണ്ടാവും പെറുക്കാൻ.
ഞങ്ങളുടെ എടപ്പാള് സുമതി ടീച്ചർ അവിടെ പോയപ്പോഴേ ആ, ഇന്നലെ ബാലേട്ടന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓർമ്മയുടെ ബാണ്ട് കെട്ടഴിക്കാണ്ടാവും പറഞ്ഞു. വിളിച്ചിരുന്നു തന്നെ. ആ